സർവശക്തനായിരിക്കുന്ന ദൈവം ഇപ്പോൾ നമ്മെ ശക്തീകരിക്കും. സർവശക്തനായിരിക്കുന്ന ദൈവം സമാധാനം തരും. ഞാൻ യോഗ്യനല്ല യേശുവേ, സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്രയല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്രയല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നിന്റെ സമാധാനവും നിന്റെ രക്ഷയും എന്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവരേണ്ടതപ്പ. പിതാവേ, നിന്നിലെപ്പോഴും സന്തോഷിക്കുമെന്ന് പറഞ്ഞ യേശുവേ, നിന്റെ നാമത്തിൽ പിതാവേ, നിന്റെ സമാധാനം എന്റെ ജീവിതത്തിൽ നീ അറിയിക്കണമേ. ഹല്ലേലൂയ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ചിന്തിച്ചിട്ടുണ്ട്. ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. യേശുവേ, സ്തോത്രമപ്പാ. എന്റെ ജീവിതത്തിൽ നീ എനിക്ക് സമാധാനം രക്ഷിക്കും. യേശുവേ, എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ നീ എനിക്ക് തരേണമപ്പാ. ഞാൻ വേദനയോട് ഇതായിരിക്കുന്നു പിതാവേ, ഞാൻ ഭാരത്തോടുകൂടെ ഇതായിരിക്കുന്നുവപ്പാ. നിന്റെ രക്ഷ എന്റെ ജീവിതത്തിലേക്ക് കർത്താവിനോട് ചോദിച്ചാട്ടെ. യേശുവേ, നിന്റെ സമാധാനം എനിക്ക് നീ തരേണമേ. യേശുവേ, തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടോലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളി
എനിക്ക് ശക്തി തരുന്നു. ആമേൻ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയേണ്ടതിന് നിങ്ങൾ സമാധാനമുണ്ടാക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ നമ്മെ തന്നെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. യേശുവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്തും, ആരാധിക്കാം. ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തെ നമുക്ക് തരുന്നു. നമ്മുടെ വിടുതലിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ കരങ്ങളെ സ്വർഗേനായി മരേശുരാജൻ സന്നിധോ മരേശുരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടുക. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടുക. ഏറെ നാളാശയാ കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നീരുമാണീരുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം നീരുമാണീരുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായിടുമേ. ശുഭ്രവസ്ത്രധാരിയ എന്നെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടുക. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടുക. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വീണകളെ ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുന്നേ. വീണകളെ ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുന്നേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി തീരുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ ഓരോരോ ബഹുമാനങ്ങൾ ഇളകിയിടും തിരിടങ്ങളാ. ഓരോരോ ബഹുമാനങ്ങൾ ഇളകിയിടും തിരിടങ്ങളാ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ ദീക്ഷപ്പെടാം. ആമേൻ. എന്റെ ജീവിതത്തിൽ വൻ വിടുതലും രക്ഷയും കർത്താവ് ഇപ്പോഴിത് അയക്കുന്നതിനായി സ്തോത്രം, അയക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനായിരിക്കുന്ന കർത്താവിനോട് കൂടെ ആമേൻ നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്കിപ്പോൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. ആമേൻ. അപ്പോൾ എന്റെ മേൽ വരുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ ബലപ്പെടുത്തി എന്റെ ശാപവും രോഗവും ബന്ധനവും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചാൽ വലിയ ജീവനും വലിയ ശക്തിയും യേശുവിന്റെ നാമത്തിൽ
പുതിയ ജീവനും പുതിയ ശക്തിയും യേശുവിന്റെ നാമത്തിൽ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്.
ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ മക്കളുടെ മേൽ നിന്റെ ആത്മാവിനെ നീ അയക്കുന്നതിനായി സ്തോത്രം. നമ്മുടെ കടഭാരം മാറുവാൻ കർത്താവിനോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ പിതാവേ, എന്റെ ജീവിതത്തിലെ കടഭാരങ്ങളെ നീ മാറ്റി തരണമേ അപ്പാ. യേശുവേ, എന്റെ ജീവിതത്തിലെ രോഗാവസ്ഥകളെ നീ മാറ്റി തരണമേ അപ്പാ. യേശുവേ, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി നല്ല കുടുംബ ജീവിതങ്ങൾ നടത്തുവാൻ നീ ഇടയാക്കി തരണമേ. യേശുവേ, എനിക്കൊരു ഭവനത്തെ നീ എനിക്ക് തരണമേ അപ്പാ. പിതാവേ, എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ബലഹീനതയുടെ ഒരു ആത്മാവിന്റെ ശക്തികൾ എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റണമേ. യേശുവേ, എന്റെ മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും യേശുവേ നീ അനുഗ്രഹിച്ച് നീ ആശീർവദിക്കണമേ. പരിശുദ്ധ പിതാവേ, മക്കളെ ഓർത്ത് ഭാരത്തോടുകൂടെ വിവാഹ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾക്ക് തക്കതായ തുണകളെ നീ നൽകുന്നതിനായി സ്തോത്രം. പിതാവേ, വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ല എന്ന് ഭാരത്തിലിരിക്കുന്ന മക്കളുടെ നിലവിളിയുടെ ശബ്ദം നീ കേൾക്കുകയും ഓരോ ഉദരങ്ങളെ നീ തൊട്ടാ പിതാവേ നീ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പിതാവേ, വേദനയുടെ ഭാരത്തിന്റെ നടുവിൽ കണ്ണുനീർ ഒഴുക്കുന്ന മക്കൾക്ക് ഒരു വിടുതൽ നൽകട്ടെ. ശരീര ബലക്ഷയത്തിന്റെ നടുവിലായിരിക്കുന്നവർക്ക്, നാടി ഞരമ്പുകൾ തളർന്നിരിക്കുന്നവർക്ക്, ശരീരത്തിൽ നീരുകൾ അസ്വസ്ഥതകൾ കൊണ്ടിടുന്നവർക്ക് യേശുവേ നിന്റെ വിടുതലിന്റെ ശക്തി നീ ഇപ്പോൾ നീ അയക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ദോഷവും ശാപങ്ങളും ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും മാറുക. ഹല്ലേലൂയ. യേശു എന്നെ വിടുവിച്ചിരിക്കുന്നു, യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന്റെ സൗഖ്യം എന്റെ മേലുണ്ട്. പരിശുദ്ധ പിതാവേ, ഈ മക്കളെ അനുഗ്രഹിച്ച് നീ ആശീർവദിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. സകലർക്കും ഇരിക്കാം. നമ്മുടെ ചിന്തകളെ അല്പസമയം വിശുദ്ധ വേദപുസ്തകത്തിൽ ഫിലിപ്പിയരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതൽ ചില ചിന്തകളിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുചെല്ലാം. അതിന് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ ഇന്ന് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഭാരത്തോടുകൂടെയാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. പലതിനെ ചൊല്ലി നമ്മൾ ഭാരപ്പെട്ട് വേദനയോടുകൂടെ അസ്വസ്ഥതയുടെ അനുഭവത്തിലാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരുമായിരിക്കുന്നത്. വിശുദ്ധ വേദ പുസ്തകം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധനായ പൗലോസ്, അപ്പോസ്തലൻ പൗലോസ് പറയപ്പെടുന്നത്, നീ ഒന്നിനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, എല്ലാം സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നീ വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നിനെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയത്തില്ല. നമ്മൾ വിചാരപ്പെടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുള്ളൂ. നീ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട, സകലതും അവന്റെ മേൽ നീ സമർപ്പിക്കുക. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവ സമാധാനം നമ്മുടെ മേൽ വരും. ആമേൻ. 7-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിരാശയോടുകൂടെയാണ് ആയിരിക്കുന്നത്. വേദനപ്പെട്ട് പലവിധമാകുന്നതിനെയും ചൊല്ലി അസ്വസ്ഥതപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ അസ്വസ്ഥതകൾ മാറുവാനാണ്. ബലഹീനതകളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ടാണ് ഇത് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നത്. കർത്താവ് പറയുന്നത്, നീ സകലത്തെയും സ്തോത്രത്തോടുകൂടെ ചൊല്ലി എന്റെ മേൽ സമർപ്പിക്കുക. കടം എന്റെ ജീവിതത്തിൽ പിതാവേ നീ മാറ്റി തന്നതിനായി സ്തോത്രം. കടഭാരത്തിലിരിക്കുന്ന എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ദൈവമേ എന്റെ കടഭാരം മാറ്റി തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് കരയുന്നു എങ്കിൽ ഈ കടഭാരം എന്റെ ജീവിതത്തിൽ കൂടിയേ വരത്തുള്ളൂ. ആമേൻ. ഞാൻ രോഗാവസ്ഥയുടെ നടുവിൽ രോഗത്തെ ചൊല്ലി ഭാരപ്പെട്ട് വിലപിക്കുന്നുവെങ്കിൽ ആ രോഗാവസ്ഥ എന്റെ ജീവിതത്തിൽ കൂടത്തേ ഉള്ളൂ. സമാധാനമില്ല എന്ന് പറഞ്ഞ വ്യാകുലപ്പെട്ട് ഞാൻ ഇരിക്കുന്നുവെങ്കിൽ ആ അസ്വസ്ഥത എന്നെ വിട്ടു മാറത്തേ ഇല്ല. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ട്?
നമ്മൾ സന്തോഷിച്ചിരിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. ദൈവമാണ്, യേശു കർത്താവാണ്, പിതാവാണ് നമ്മെ ഓരോരുത്തരെയും നിർമ്മിച്ചിരിക്കുന്നത്. ആ പിതാവിൽ നമ്മൾ എല്ലാവരും സന്തോഷം അനുഭവിക്കേണ്ടവരാണ്. നാം സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും മതി വരത്തില്ല. പക്ഷേ ആ കർത്താവിനെ സ്തുതിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ ആരാധിക്കുവാനോ എനിക്ക് മനസ്സ് തരാതെ ആരാധനകളിലൂടെ നിനക്ക് വിടുതലുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതായ പിശാച തന്ത്രരൂപേണ നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ആരാധനയ്ക്ക് നിന്നെ കൊണ്ടുവരാതെ ഇല്ലാതെയാക്കി നിന്നെ അസ്വസ്ഥനാക്കി മാറ്റിയിരിക്കുന്നു. കടഭാരം ഇരിക്കുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഒരു ചങ്കെടുപ്പാണ്, നേരം വെളുക്കുമ്പോൾ ചങ്കെടുപ്പാണ്. ആമേൻ. എന്താണ്? കടഭാരം എപ്പോൾ മാറും? എന്റെ ഈ രോഗം എപ്പോൾ മാറും? വേദനയോടുകൂടെ ആയിരിക്കും. കർത്താവ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്നതായ ഹൃദയ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ കടം, ഈ രോഗം, എന്റെ ജീവിതത്തിലെ ഈ ഭാരം എന്ന് മാറുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് പറയുന്നത്. ദൈവമേ, എന്റെ ഈ രോഗം ഇനി എങ്ങനെ മാറും? എന്റെ കടഭാരം എങ്ങനെ മാറും? എന്റെ ജീവിതത്തിൽ അസ്വസ്ഥത എങ്ങനെ മാറും? ഇതിനെ ചൊല്ലി വിചാരപ്പെടണ്ട. സകല ബുദ്ധിയെയും കവിയുന്നതായ കർത്താവ് അവന്റെ നാമത്തിൽ ഹൃദയ സമാധാനം നമുക്ക് തരുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്ക് ഹൃദയ സമാധാനം തന്നിരിക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന വേദനകളെ ഓർത്ത് അസ്വസ്ഥതപ്പെടണ്ട. നിങ്ങൾ അസ്വസ്ഥതപ്പെടാതിരുന്ന് നോക്കൂ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇപ്പോൾ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയുവാൻ പറയും. ഞാൻ രോഗിയാണെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ രോഗി തന്നെയാണ്. എന്റെ ജീവിതത്തിൽ കടഭാരത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും. എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അസമാധാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയും. ഹല്ലേലൂയ. ഞാനിപ്പോ ഈ സുവിശേഷ ഭാഗത്തിരിക്കുമ്പോ കേൾക്കാൻ പാടില്ലാത്തതെല്ലാം കേൾക്കും. ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും കുറെ പേരെങ്കിലും എന്നെ പള്ളു വിളിക്കും, കുറെ പേരെങ്കിലും എന്നെ കുറ്റം പറയും. ആമേൻ. ഇതെല്ലാം ഞാൻ കേൾക്കാറുമുണ്ട്, അറിയാറുമുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ എന്റെ ബുദ്ധിയിൽ വയ്ക്കത്തില്ല, ചിന്തയിൽ കൊണ്ടുവരത്തില്ല. ഒരു അല്പസമയം ചെറിയൊരു വിഷമം ഉണ്ടാകും, പക്ഷെ അത് ഞാൻ ഉടൻ മറന്നു കളയും. എന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം മറക്കുവാനും സഹിക്കുവാനും തക്കവണ്ണം കർത്താവ് അതിന്റെ കൃപയെ എനിക്ക് തരുമ്പോഴാണ് ഹൃദയ സമാധാനം എനിക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പഠിച്ചാൽ നമ്മളെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിൽ കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ച് വിഷമിച്ച് കൊണ്ട് നടക്കും. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടത്തേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ കൃപ നമ്മോടുകൂടെ വസിക്കുകയാണ് എങ്കിൽ സകലതും അവന്റെ മേൽ പരമേൽപ്പിക്കുക. കർത്താവേ, ഞാൻ അറിയാത്ത ഭാഗത്തിലൂടെ സഞ്ചരിച്ചു വലിയൊരു കടഭാരം എന്റെ മുൻപിലുണ്ട്, ഇത് മാറ്റുവാനുള്ളൊരു വഴി തരണമേ എന്ന് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് ഇത് തീർക്കുവാനൊരു വഴി തുറന്നു തരും. ആമേൻ. ജീവിതത്തിൽ കടഭാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് തീരണമേ എന്ന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കടഭാരം തീരത്തില്ല. വിശ്വാസത്തോട് ചെയ്യുവാനുള്ള ജോലികളെ നമ്മൾ ചെയ്യുക, അപ്പോഴത് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കടഭാരത്തെ തീർക്കുവാനുള്ള പുതിയ പുതിയ വഴികളെ നമുക്കിത് തരുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുക, തരുന്നതിനായി സ്തോത്രം. എന്റെ പ്രാർത്ഥന വെറുതെ പോകത്തില്ല. നമ്മുടെ ഓരോരുത്തരും നിലവിളിച്ച് ചങ്കുപൊട്ടി കരയുന്നതായ ഈ പ്രാർത്ഥനയുടെ ശക്തി വെറുതെ പോകുന്നില്ല. കർത്താവ് ഇതിലൊരു വിടുതൽ തരുവാൻ പോകുന്നു. പലതിനെ ചൊല്ലി കേൾക്കുമ്പോൾ നീ വിചാരപ്പെടണ്ട. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. പിതാവേ, കാരണം കൂടാതെ സകലരും എനിക്ക് വിരോധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഓർത്ത് വേദനിക്കുവാൻ എനിക്ക് ഇടവരുത്തരുതേ. ഹല്ലേലൂയ.
ഇതിനെ ഓർത്തെനിക്ക് വേദനിക്കുവാൻ ഇടവരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഏതു വേദനകളും ഏതു വാക്കുകളുമായി അത് സത്യത്തിന്റെ ഉള്ളിൽ നിന്ന് മാറുകയും കർത്താവിൽ സന്തോഷിക്കുവാനും കഴിയും. ഹല്ലേലൂയ. ഞാൻ രോഗിയാണ്, എനിക്ക് ഒന്നിനും പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നിന്നെ ബലഹീനപ്പെടുത്തുന്ന രോഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല. ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാലേ, എന്നെ 2 ദിവസം കൊണ്ട് ഞാൻ അറിയാത്ത ഒരാളാണ് എന്നെ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. അയ്യോ അച്ചോ, എന്റെ ഹസ്ബൻഡിന് സുഖമില്ല, പ്രാർത്ഥിക്കണം അച്ചോ, പ്രാർത്ഥിക്കണം, നാളെ ഞാൻ ചെക്കപ്പിന് പോകുന്നു, പ്രാർത്ഥിക്കണം, എനിക്ക് ആരുമില്ല, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താണ് വിഷയം? 2-3 ദിവസത്തിന് മുമ്പ് ചെക്കപ്പ് ചെയ്തപ്പോൾ അല്പ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ എന്റെ പിള്ളേരെ നോക്കാൻ ആരുമില്ല. ഭാരപ്പെടണ്ട, യേശുവിന്റെ നാമത്തിൽ ഭാരപ്പെടണ്ട. ഏതു രോഗമാകട്ടെ, ഏത് ശാപമാകട്ടെ, അതിനെ ഓർത്തു നീ വ്യാകുലപ്പെടുന്നു എങ്കിൽ അത് നിന്നെ കാർന്നു തിന്നും, നിന്നെ നശിപ്പിക്കും, നിന്റെ മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കും. ആമേൻ. നീ ജീവിതത്തിൽ ഒന്നിനും കൊള്ളാത്തവനെന്ന് നിന്റെ മനസ്സിനെ നീ വിലയിരുത്തുന്നു എങ്കിൽ നീ കളയുക. നീ സകലത്തിലും ശ്രേഷ്ഠനത്രേ, കൊള്ളാവുന്നവനത്രേ. കാരണം എന്തുകൊണ്ട്? കർത്താവ് ആരെയും മോശക്കാരായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ആരെയും മോശക്കാരൻ എന്ന് പറഞ്ഞു, കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞു കർത്താവ് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. കർത്താവിന്റെ സകല ഗുണവും സകല മനുഷ്യനും ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. കർത്താവ് പറയുന്നു, സകലതും സ്തോത്രത്തോടുകൂടി നീ എന്റെ മേൽ അർപ്പിക്കുക. 9-ാമത്തെ വാക്യത്തിൽ, എന്നോട് പഠിച്ച് ഗ്രഹിച്ച് കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പാൻ എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വത്തെ കേട്ടു, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു, നമ്മൾ പഠിച്ചിരിക്കുന്നു. പക്ഷെ കർത്താവിന്റെ മഹത്വത്തിൽ വിശ്വസിക്കുന്നവനെ സമാധാനമുള്ളൂ. ഹല്ലേലൂയ. യേശു യേശുവിനോട് കൂടെ നടന്ന അനേകര് രോഗസൗഖ്യം ലഭിച്ചവരാണ്, ഭൂതങ്ങൾ ഓടിപ്പോയവരാണ്. ഈ അവസാന സമയത്തിൽ യേശുവിനെ പിടിക്കുകയും അവനെ ക്രൂശിൽ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ നന്മ കിട്ടിയവരെല്ലാം പറഞ്ഞു, ഇവൻ ചാവേണ്ടവനാണ്, അവനെ ക്രൂശിക്കുക. ഹല്ലേലൂയ. ഇവനെ ക്രൂശിക്കുക, വിളിച്ചു പറയുന്നു. ആമേൻ. ഇവനെ ക്രൂശിക്കുക എന്ന് സകലരും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് നോക്കിയപ്പോൾ എന്റെ മുൻപിൽ വന്ന് ഞാൻ കൊടുത്ത അപ്പക്കഷണം കഴിച്ചവരാണ്, ഞാൻ രോഗസൗഖ്യം കൊടുത്തവനാണ്, എന്നിൽ നിന്ന് നന്മകൾ പ്രാപിച്ചവരിത മുമ്പിൽ കിടന്ന വിളിക്കുന്നു, ഇവനെ ക്രൂശിക്കുക. കാരണം എന്തുകൊണ്ട്? ജനക്കൂട്ടത്തെയാണ് അവർക്ക് ഭയം. രക്ഷിച്ചവനെ അല്ല അവന് ഭയം, ജനക്കൂട്ടത്തെ. ആമേൻ. ഞാൻ രോഗസൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, ഫലം കിട്ടി, അപ്പോൾ ഞാനിനി ദൈവസന്നിധിയിൽ സാക്ഷ്യമായി നിന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ മുൻപിലോട്ട് വന്ന് ക്രിസ്തുവിനെ സ്തുതിക്കത്തില്ല. ആമേൻ. ഇവനെ ക്രൂശിക്കുക എന്ന് കൈ ഉയർത്തി പറഞ്ഞവർ കർത്താവ് ഓരോരുത്തരുടെ മുഖത്തിൽ നോക്കിയപ്പോഴും അവരുടെ ശക്തി കുറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട്? മുഖത്തോട് മുഖം കർത്താവിനെ നോക്കുവാൻ കഴിയാതെ കുനിഞ്ഞു നിന്ന് പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. മനസ്സില്ല, മനസ്സോടുകൂടെ പറയുന്നു എങ്കില് ഹല്ലേലൂയ, ആ വേദനയുടെ ശബ്ദം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തുമില്ല. ഹല്ലേലൂയ. നമ്മൾ എത്ര പേരാണ് സകലരും കൈവിട്ടപ്പോൾ, സകലരും നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരുന്നതിനു ശേഷം, കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം, എന്നെ വിടുവിച്ചതിനു ശേഷം കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യമായി നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എത്ര പേർക്ക് പറ്റും എനിക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ? ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും അവൻ എന്നെ ഉയർത്തുന്നു. ഞാൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നും അവൻ എന്നെ ഉയർത്തുന്നു.
ആമേൻ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരു നന്മ കാണില്ല എന്ന് പറഞ്ഞ സ്ഥലത്തിൽ കർത്താവ് എന്നെ ഉയർത്തുന്നു. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്നതായ ഹൃദയ സമാധാനം എന്റെ ജീവിതത്തിൽ കന്നതായ കർത്താവിനെ ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ ഞാൻ കാരണക്കാരനാണോ? നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ ഞാൻ കാരണക്കാരനാണോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടുവിൽ നിന്നും പോയി കാരണം കൊണ്ട് പിശാച് അവനെ നശിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ സമാധാനം എന്റെ കൂടെ ഇരിക്കുമ്പോൾ സകലതും സഹിപ്പാനും ബലപ്പെടുവാനും പൗലോസ് പറയുന്നത് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. ഹല്ലേലൂയ. പൗലോസ് സുവിശേഷം കേൾക്കുകയും കർത്താവിന്റെ ശക്തിയോടെ സുവിശേഷത്തെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ദൈവജനം അവന്റെ മുൻപിൽ വന്നതായ ദൈവജനം അവനെ സ്നേഹിക്കുവാൻ തുടങ്ങി, അവനെ ആദരിക്കുവാൻ തുടങ്ങി. അടുത്ത ഭാഗത്തിൽ പറയുന്നത്, മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടുകൂടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരുത്താനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധി അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നാൽ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഹല്ലേലൂയ. ഇപ്പോഴിരിക്കുന്ന ബുദ്ധിമുട്ടിൽ എനിക്ക് സന്തോഷിക്കുവാനും ദൈവനാമത്തിൽ എനിക്കറിയാം. ഇത് ആർക്ക് പറയാൻ പറ്റും? യേശുവിൽ വിശ്വസിച്ച് ഉറച്ചിരിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, സകലതും അവന്റെ മേൽ സമർപ്പിക്കുക. ഞാൻ ഇപ്പോഴിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താകട്ടെ, അതിൽ ഞാൻ കർത്താവിന്റെ മഹത്വം കാണുന്നു. ആമേൻ. ഞാൻ കടഭാരത്തിലിരുന്നപ്പോഴും ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ സമ്പന്നനായിരിക്കുമ്പോഴും ഞാൻ കർത്താവിനെ ഇതാ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് സമൃദ്ധി ഉണ്ടായാലും ശരി, ആമേൻ, ഞാൻ ആ കർത്താവിന്റെ മുൻപിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം, തൃപ്തനായിരിക്കാനും എനിക്കറിയാം, വിശന്നിരിപ്പാനും എനിക്കറിയാം. എനിക്ക് സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം, എനിക്ക് വിശന്നിരിക്കാൻ എനിക്കറിയാം. ഹല്ലേലൂയ. വിശപ്പന്റെ ജീവിതത്തിൽ എന്നെ നശിപ്പിക്കുമ്പോഴും ആമേൻ ദൈവസന്നിധിയിൽ മാറി നിൽക്കുവാൻ അവനെനിക്ക് അവസരമുണ്ടായിട്ടില്ല. കാരണം ഞാൻ വിശപ്പിന്റെ നടുവിലും എന്നെ പോഷിക്കുന്നതായ ഒരു സർവശക്തനായിരിക്കുന്ന ദൈവമുണ്ട്. അവൻ എന്നെ സമൃദ്ധിയോടുകൂടെ അവന്റെ ആത്മാവിനാൽ പോഷിപ്പിക്കും. ഹല്ലേലൂയ. വിശപ്പെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നുന്ന അവസ്ഥയാണ്. വിശപ്പെന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നുന്ന അവസ്ഥയാണ്. രാവിലെ 8 മണിയാകുമ്പോൾ അവന് തോന്നും എനിക്ക് വിശക്കുന്നു എന്ന്. രാവിലെ 8 മണിയാകുമ്പോൾ തോന്നുന്നു അവന് വിശക്കുന്നു. അവന്റെ ബ്രെയിനിൽ പറയും. ഉടനെ അവന്റെ ഉള്ളത്തിൽ ഭയങ്കരമായിട്ട് വിശക്കും. 12 മണി കഴിയുമ്പോൾ വാച്ച് നോക്കുമ്പോൾ പറയും 12 മണിയായി, ഉച്ചയായി ചോദിക്കണം. ഹല്ലേലൂയ. 4 മണിയാവുമ്പോൾ അവന്റെ ബുദ്ധിയിൽ പറയും ചായ കുടിക്കണം. രാത്രിയാവുമ്പോൾ പറയും അയ്യോ അത്താഴം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അവന്റെ ബുദ്ധിയിൽ തോന്നുന്നതായ അവസ്ഥയിൽ അവന്റെ ശരീരത്തെ അവന് നിയന്ത്രിപ്പാൻ അവന് കഴിയാത്തതുപോലെ ഇരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ നാമത്തിൽ നാം വിശ്വസിച്ച കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവന് വിശപ്പും ദാഹവും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശപ്പ് ദാഹം തോന്നുന്നവരാണ് നമ്മളെല്ലാവരും. രാവിലെ എണീച്ചപ്പോ നമ്മുടെ ഉറ്റവർക്ക് ഉടയവർക്ക് ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം കൂടി എന്നിരിക്കട്ടെ, ഐസിയുലാണ്. രാവിലെ നമ്മൾ ചെന്ന ഐസിയുവിന്റെ മുൻപിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുകൊടുത്ത് അവൻ കുടിക്കൂ? ആഹാരം കൊണ്ടുകൊടുത്ത കുടിക്കൂ?
കഴിക്കൂ. കാരണമെന്ത്? അവന് വിശപ്പുമില്ല, ദാഹവുമില്ല. എന്തിനെ ഓർത്ത് അവൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ICU യൂണിറ്റിനകത്തായിരിക്കുന്ന വ്യക്തിയെ ഓർത്ത് അവൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന് വിശപ്പും ദാഹവും തോന്നുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സമൃദ്ധിയിൽ നീ ആശ്രയിച്ച് വിശ്വസിച്ച് ഉറച്ചിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിന് ക്ഷീണമോ വിശപ്പോ ദാഹമോ നിനക്ക് ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എനിക്ക് വിശന്നിരിക്കുവാനും അറിയാം, സമൃദ്ധിയിലിരിപ്പാനും അറിയാം. ആമേൻ. കഷ്ടം അനുഭവിപ്പാനും അറിയാം, സന്തോഷം അനുഭവിപ്പാനും എനിക്കറിയാം. ഏതവസ്ഥയിലായിരുന്നാലും ശരി, കർത്താവിന്റെ സമാധാനം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. വിശന്നിരിക്കുമ്പോൾ നീ കരയുവാനും വിശപ്പ് തീർക്കുമ്പോൾ അവൻ സന്തോഷിപ്പാനുമല്ല. ആമേൻ. നീ ധനികനായിരിക്കുമ്പോൾ അവൻ നീ സന്തോഷിക്കുവാനും അവൻ സമ്പത്തില്ലാതിരിക്കുമ്പോൾ നീ കരയുവാനും ഇടവരുത്തരുത്. ഏതവസ്ഥയിലായിരുന്നാലും ശരി, കർത്താവിന്റെ സമാധാനം നമ്മളോട് കൂടെ ഉണ്ട് എങ്കിൽ മാത്രമേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ ശക്തനായിരിക്കുന്നതായ ദൈവത്തിലൂടെ ഞാൻ മതിയായി തീരണമെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ ഒരുവനുണ്ട്. അത് കർത്താവത്രേ, യേശു കർത്താവത്രേ. അവൻ എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഇനി ഒന്നിനും ഭയപ്പെടില്ല. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇനി എന്ത് ചെയ്യരുത്? മനസ്സു തകർന്ന് ഞാൻ രോഗിയാണെന്നോ, ഞാൻ കടത്തിലാണെന്നോ, ഞാൻ അവൻ ദോഷത്തിലിരിക്കുന്നവനെന്നോ, അവൻ എന്റെ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് ഭാരപ്പെടേണ്ട. എനിക്ക് വരുന്ന നന്മകളെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. എന്റെ കടഭാരം തീർക്കുന്ന കർത്താവിന്റെ മുൻപിലുള്ള ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതിനുള്ള വഴികൾ എനിക്ക് കർത്താവിത തുറന്നു തരുന്നു. ഞാനിപ്പോൾ രോഗിയാണ്, ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്, കർത്താവിനോട് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവന്റെ നാമത്തിൽ എനിക്ക് ശരീര സുഖവും ബലവും ആരോഗ്യവും അവൻ എനിക്ക് തരും. ഹല്ലേലൂയ. ഞാനിപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടവനാണ്, പക്ഷെ കർത്താവിന്റെ സമാധാനം എന്റെ കൂടെ ഉള്ളപ്പോൾ ഇതിനെല്ലാം മറന്നു കളയുവാനും ഇതിനെ ദോഷപ്പെടുത്തുന്ന വാക്കുകളെ മാറ്റിക്കളയുവാനും കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ വരുവാനും അവൻ ഇടയായി തീരും. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്നതായ കർത്താവിന്റെ സമാധാനം നമ്മോടുകൂടെ വരുന്നു. ആമേൻ. അടുത്ത ഭാഗത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, മുമ്പേ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, പക്ഷെ അന്ന് നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. പൗലോസ് പറയുകയാണ്, ദൈവസഭയ്ക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എന്തില്ല? കയ്യിൽ ഇല്ല. ആമേൻ. കയ്യിലില്ലാത്തതല്ല. ഇന്ന് ഇവിടെ ഒരു അമ്മ വന്നു, അവിടുത്തെ ഫസ്റ്റിലത്തെ ആരാധനയിൽ വന്ന് ആമേൻ, ഞായറാഴ്ചത്തെ ചെലവിലെന്ന് പറഞ്ഞ് ഒരു 200 രൂപ എന്റെ കയ്യിൽ കൊണ്ടു തന്നു. അച്ഛോ, ഞാൻ നേരത്തെ ഇതെന്റെ കയ്യിൽ കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞത് ഇത്രയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളില്ല എന്ന് പറഞ്ഞ് വരാതിരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഉള്ളപ്പോൾ ഈ വാക്യം, പക്ഷെ അതിനുശേഷമാണ് എടുക്കുന്നത്, പക്ഷെ ആ ഭാഗം കറക്റ്റാ വന്നു. ആമേൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെ കയ്യിൽ ഉള്ളപ്പോൾ ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട. ഇല്ല എങ്കിലും ഉള്ളവനെ പോലെ വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. ആമേൻ. അടുത്ത ഭാഗം നമ്മൾ വായിച്ചു, നമ്മളോട് ഭംഗിയായിട്ട് പറയുവാൻ കഴിയുന്നു, നിന്റെ സമൃദ്ധിയിൽ നിന്നും ലുപ്തിച്ച് നീ കൊടുക്കുന്നതിനേക്കാളും നിന്റെ ഇല്ലായ്മയിൽ നിന്നും നീ സമൃദ്ധിയായി കൊടുക്കുന്നതിന് അത്രേ കർത്താവ് അനുഗ്രഹിക്കുന്നത്. ഞാൻ അമ്മച്ചിയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അമ്മച്ചിയെ, നിങ്ങളുടെ കയ്യിൽ 5 രൂപയാണ് കയ്യിലുള്ളത്, ദൈവസന്നിധിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് 50 പൈസയാണ് കാണിക്കേടാൻ പറ്റിയത്. ആമേൻ. നിങ്ങൾ ഇട്ടതിന്റെ വലിപ്പത്തിലാണ് കർത്താവ് നിങ്ങളെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോ നമ്മളെ പള്ളിയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ആൾക്കാര് പള്ളിയിൽ കാണിക്കേടുന്നത് എനിക്കറിയാം. ഞാൻ സഭകളിലൊക്കെ പല സഭകളിലും ഇങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ചില ആൾക്കാർ കാണിക്കയിടുന്നത് 100 നോട്ട് അല്ലെങ്കിൽ 500 നോട്ടൊക്കെ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ തൂക്കിയെടുക്കും, ഇങ്ങനെ അറ്റത്ത് തൂക്കിയെടുത്തിട്ട് ഇങ്ങനെ പൊക്കി അതിന്റെ അകത്ത് ഇടും. ഹല്ലേലൂയ. ചില ആൾക്കാർ എന്ത് ചെയ്യും, എത്ര രൂപയായിരുന്നു ഒരു കൈക്കകത്ത് വെച്ചിട്ട് അതിനകത്തിടും. ആമേൻ. ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ കൈക്കകത്ത് ഇങ്ങനെ പൈസ എടുത്ത് സഞ്ചിക്കാതെ വേണമെങ്കിൽ മൊത്തത്തിലിടും. ഞാൻ 2-3 ദിവസത്തിന് മുൻപ് യൂട്യൂബില് ഒരിത് കണ്ടു. അതിനകത്ത് ഒരു കാണിക്ക ഇങ്ങനെ ഇട്ട് വരുന്നത്, നമ്മുടെ ഇവിടെ ആണ് നമ്മൾ ഓരോരുത്തരും മുമ്പ് എടുക്കുന്നത്. ഈ ജനക്കൂട്ടം കൂടുതലുള്ള സഭകളിൽ എന്ത് ചെയ്യുന്നറിയുമോ, കാണിക്ക സഞ്ചി എടുത്തിട്ട്
1-2 പേരെ കയ്യിൽ കൊടുക്കും. കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇടയിൽ കൊടുത്തു വിട്ടിട്ട് ഈ കപ്പിക്കാരൻ പള്ളിയിലെ ഏറ്റവും പുറകിൽ പോയാണ് നിൽക്കാറുള്ളത്. വലിയ ശരിക്കും ആൾക്കാരുള്ള പള്ളികളുണ്ട്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഇവിടെയില്ല, വിദേശത്തോടെയാണ്. ഒരാൾ കാലിട്ടുണ്ട്, ഒരു സ്ത്രീയാണ്, കാലിൽ കാലിട്ടിരിപ്പുണ്ട്, കാണിക്ക വരുന്നു. അപ്പോൾ കാണിക്ക വരുമ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അടുത്ത് അവർ തിരിച്ചിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവര് ഈ കാണിക്ക സഞ്ചിയുടെ കൈ അതിനകത്ത് ഇടുകയും ഒരു പിടി ഒരു പിതുക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വാരി എടുത്തിട്ട് ഈ കൈ അങ്ങ് കൊടുക്കുകയാണ്. അമ്മച്ചിയുടെ കയ്യിൽ ഒരു ലേശം ഇരിപ്പുണ്ട്. അമ്മേ ഇത് അവിടെ പോകുമ്പോൾ അവർ മൊത്തമിട്ട് കാണിക്കുകയാണ്. അടുത്തതിനെ അവരെന്ത് ചെയ്യുന്നു, ആ കൈക്കകത്തിരുന്ന ലേസിനകത്ത് വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് മടക്കിയെടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയും ജനങ്ങൾ ദേവാലയത്തിനകത്ത് വരുന്നുണ്ട്. ഹല്ലേലൂയ. നീ 5 രൂപ കൊടുത്തിരുന്നാലും ശരി, 10 കൊടുത്താലും, എത്ര കൊടുത്താലും ശരി, പക്ഷെ നിന്റെ സമർത്ഥയിൽ നിന്നും നീ അനുഗ്രഹത്തോടുകൂടെ വേണം നീ ദൈവാലയത്തിൽ നീ കൊടുപ്പാൻ. ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചിട്ടില്ല എന്ന് നിങ്ങളോട് അറിയുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്ന സൗരഭ്യ വാസനയുമായി ദൈവത്തിന് പ്രസാദവും ആമേൻ സുഗ്രഹവുമായി യാഗമായി ആമേൻ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ അളവിലല്ല, നിങ്ങൾ വരുന്നതായ മനസ്സമാധാനത്തിന്റെ അളവിലാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത്. ഇത് ഞാൻ എങ്ങനെ പറയുമ്പോ, ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കൽ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പാറശാലയിലേക്ക് പോകണം. അന്ന് വീട്ടിൽ പാറശാല വരെ പോയിട്ട് വരാൻ 4 രൂപയാണ്. ആമേൻ. ഞാൻ നോക്കി, ശനിയാഴ്ച ദിവസമാണ്, 10 രൂപ എന്റെ കയ്യിലുണ്ട്. ഞാൻ 10 രൂപ എടുത്തു. എനിക്കറിയാം അങ്ങോട്ട് ചൂടാം. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ്, ഈ 10 രൂപ ഞാനിന്ന് ചെലവാക്കിയാൽ ഇത് നാളെ എനിക്ക് കാണിക്കേടാൻ പള്ളിയിൽ കാശില്ല. എന്റെ കയ്യിലുള്ളത് വെറും 10 രൂപയാണ്. ഞാൻ എന്ത് ചെയ്തു, ഈ 10 രൂപയെ കയ്യിൽ വെച്ചിട്ട് റോഡിൽ കൂടെ എനിക്ക് നടന്നു പോകാൻ മടിയാണ്. കാരണം 4-5 വണ്ടികളൊക്കെ അപ്പോഴുണ്ടായിരുന്ന ഒരാളാണ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. റോഡിൽ കൂടി എനിക്ക് നടന്നു പോകാൻ മടി. അപ്പോൾ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലൂടെ ഒരു വഴിയുണ്ട്, അതിൽ ഇറങ്ങി എല്ലാ കാട്ടുവഴികളിലൂടെ നടന്ന് പാറശാല ഇഞ്ചുവള റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൂടി കയറി ഞാൻ അവിടെ എത്തിച്ചേർന്നു. കാണേണ്ട ആളിനെ കണ്ടു, സംസാരിച്ചു. വല്ലാത്ത ദൂരം, 4 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം കാട്ടുവഴി നടന്നുകൊണ്ട് കുറേ ഉണ്ട്. വീണ്ടും അവിടെ സംസാരിച്ചിട്ട് എന്ത് ചെയ്തു, തിരിച്ചു നടന്നു. ഇന്ന് ഞാൻ തിരിച്ചു നടന്ന് വീണ്ടും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തുമ്പോൾ രാത്രിയായി. അടുത്ത ദിവസം നേരമെടുത്ത് സഭയിലേക്ക് പോയി. അവരെ പള്ളിയിൽ പോകാറൊന്നുമില്ല. പള്ളിയിൽ പോയി. ദൈവാലയത്തിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് പള്ളിക്ക്. അവിടെയും നടന്നു പോയി. ഈ 10 രൂപ എന്ത് ചെയ്തു, ഞാൻ ദൈവാലയത്തിൽ കാണിക്കിട്ടു. പിന്നെ എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ ആ കാണിക്കിടുമ്പോഴും എന്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്ത്, ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊന്നും കാണിക്കിട്ടിട്ടില്ല. ഞാൻ കാണിക്കിട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അതിട്ടു. വീണ്ടും അവിടുത്തെ ആരാധന കഴിഞ്ഞ് നടന്ന് വീട്ടിലേക്ക് ഞാൻ വരുന്നത്. അതിനുശേഷം ഇതുപോലെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു ദിവസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നു മുതൽ ഇന്ന് വരെ എന്റെ ആവശ്യങ്ങളെ അറിയുന്നതായ ദൈവം എന്തു ചെയ്യുന്നു, നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നന്മയ്ക്കും ദൈവം നമുക്ക് മുടക്കം വരുത്തത്തില്ല. കാരണം എന്തുകൊണ്ടാ, നാം ഓരോരുത്തരും ആ കർത്താവിന്റെ മക്കളത്രേ. അതാണ് പറയുന്നത്, എനിക്ക് ഇല്ലായ്മയിൽ ഇരിപ്പാനും ഉള്ളപ്പോൾ അതുപോലെ ഇരിപ്പാനും, ഞാൻ ബുദ്ധിമുട്ട് അനുഭവിപ്പാനും സന്തോഷം അനുഭവിപ്പാനും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ ശീലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സന്തോഷമെന്തെന്നും ദുഃഖമെന്നും സമ്പത്തെന്തെന്നും ദാരിദ്ര്യമെന്തെന്നും
ആമേൻ, ജനതകൾ എന്തെന്നും മനുഷ്യരുടെ സ്വഭാവം എന്തെന്നും കർത്താവ് ഓരോന്നിലൂടെയും നമ്മളെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പഠനത്തിലൂടെ ദൈവസന്നിധിയിൽ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുന്നതിലൂടെ ഒരു പുതിയ ജീവിത അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ലഭിച്ചതായ വേദന, ദൈവമേ, ഇപ്പോൾ ഞാൻ അനുഭവിച്ച ഈ കണ്ണുനീരിലൂടെ സകല മനുഷ്യനെ എനിക്ക് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. എത്ര പേർക്ക് പറയാൻ പറ്റും? പിതാവേ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദാരിദ്ര്യത്തിലൂടെ ആമേൻ നിന്നെ ഒന്ന് സ്തുതിക്കുവാൻ നീ എന്നെ ഇടയാക്കിയതിനായി സ്തോത്രം. ഓരോ അവസ്ഥയിലും ദൈവത്തോടുകൂടെ നിലവിളിച്ച് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അവൻ പറയപ്പെടുന്നത് ദൈവാലയത്തിലെ വരവ് ചിലവ് കണക്കുകൾ നോക്കുവാൻ വേണ്ടിയിട്ടല്ല നാം ദൈവാലയത്തിനകത്ത് കടന്നു വരേണ്ടത്. ദൈവാലയത്തിനകത്ത് എന്ത് ചെയ്യണമെന്ന നമ്മുടെ മനസ്സിന് ഒത്തവണ്ണം നീ നൽകപ്പെടുമ്പോഴാണ് ദൈവാലയത്തിലെ സമൃദ്ധിയും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയും ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവാലയത്തിന്റെ സമൃദ്ധി ഏറുന്നതിനനുസരിച്ച് എന്റെ ഭവനത്തിനകത്തും സമൃദ്ധി ഉണ്ടാകും. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളില് ജനറേറ്റർ വാങ്ങാനൊക്കെ അങ്ങനെ ചോദിച്ചു. ഞാൻ ആരുടെ വ്യക്തിപരമായി ചോദിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഓരോരുത്തരും ഓരോരുത്തരും ജീവിതത്തിലുള്ളത് നൽകിയിരുന്നു. ഞാൻ ഇതെന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എന്റെ ഇല്ലായ്മയിലും ഞാൻ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നത്. സമൃദ്ധി ഉണ്ടാകുന്നത്. ആമേൻ. അതാണ് ആ ഭാഗത്ത് പറയുന്നത്, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ സമ്പത്തിന്റെ ഒരു ഭാഗം എന്തിനുള്ളതാണ്? ദൈവാലയത്തിനുള്ളതാണ്. ഇത് പൗലോസ് പറയപ്പെടുന്നതാണ്. നിങ്ങൾ ദൈവാലയത്തിനു വേണ്ടി നിങ്ങൾ നൽകുന്നവരായിരിക്കും. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സൗരഭ്യവാസനയും കർത്താവിന്റെ തൃപ്തി എന്ന ഫലവും നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ജനറേറ്റർ വെക്കാൻ കുറെ കല്ലൊക്കെ വേണമെന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ സമ്പത്ത് ചോദിക്കായിരുന്നില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങളുടെ വീട്ടിൽ ബാക്കിയിരിക്കുന്ന കല്ലുകൾ തന്നാൽ മതി അല്ലേ? ഞാൻ ചോദിച്ചതാണ്. നമുക്കൊരു 10-15 കല്ല് കിട്ടി, റോഡ് സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആമീൻ. ഇന്ന് പോയി നമ്മൾ എടുത്തിട്ടൊക്കെ വന്നതാണ്. ഓരോ വീട്ടിൽ രാവിലെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ആ വീട് ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു. അവിടുത്തെ ചെറുക്കനോട് ഞാൻ ചോദിച്ചു, ഇവിടെ എനിക്ക് ഒരു 2 കല്ല് അവൻ 3 കല്ല് തന്നു. ആമീൻ. സാനുവിനോട് ചോദിച്ചു, എനിക്ക് ആമീൻ. സാനു പറഞ്ഞു, അച്ഛൻ എന്റെ വീട്ടിൽ കാണും. സാനു എനിക്കൊരു 5 കല്ല് പുതിയത് വാങ്ങിച്ചുകൊണ്ട് തന്നു. ഹല്ലേലൂയ. ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ശേഷിപ്പുകളെ മാറ്റിവെച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? ദൈവാലയത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകുന്നു. അതിലൂടെ നമ്മുടെ ജീവിതത്തിലും സമൃദ്ധി ഉണ്ടാകുന്നു. നമ്മൾ ഇരിക്കുന്നതായ സ്ഥലം, ദേവാലയം, പ്രാർത്ഥനാ സ്ഥലം, പള്ളിയാകട്ടെ എന്താകട്ടെ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൽ സമൃദ്ധിയോടുകൂടെ കൊടുക്കുന്നതിനനുസരിച്ച് ആമേൻ നമ്മുടെ ഭവനവും നമ്മുടെ ജീവിതവും ഉയർച്ചകളിൽ വന്നുകൊണ്ടേയിരിക്കും. ഞാനിതുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 10 രൂപ. അതിനുശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരാഴ്ചയില് ഉള്ളത് എനിക്ക് ഒരാഴ്ചയിൽ അപ്പോൾ 100 രൂപ കിട്ടും. ഞാൻ എന്ത് ചെയ്യും, 10 രൂപ മാറ്റിവെക്കും, ദശാംശം പോലെ മാറ്റിവെക്കും. ഒരു ദിവസം പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചത് കേട്ടു, നിങ്ങൾ ദൈവനാമത്തിൽ ദശാംശം കൊടുപ്പിൻ, 10-1 കൊടുപ്പിൻ, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. എന്നാ പിന്നെ അത് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഞാനും എന്ത് ചെയ്തു, ഒരാഴ്ച കിട്ടി 10 രൂപ ഞാൻ അങ്ങനെയായി. പിന്നെ ദിവസങ്ങളിൽ കടന്നു വരുമ്പോൾ ഒരാഴ്ചയിൽ 1000, 2000, 3000 രൂപ വരെ ദശാംശം വയ്ക്കേണ്ട അവസ്ഥ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. ഈ ദശാംശം വെച്ച് വന്നപ്പോൾ ഞാൻ 4000-ന്റെ അപ്പുറത്ത് ഞാൻ ദശാംശം വച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, 4000 രൂപ വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, ദൈവമേ ഇത് ഞാൻ വയ്ക്കണോ 4000 രൂപ? നമ്മുടെ മനസ്സിൽ തോന്നും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, വയ്ക്കണോ? ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചതിന്റെ അടുത്ത ദിവസം മുതല് ജീവിതത്തില് ഒറ്റയടിക്കാണ് താഴോട്ട് വന്നത്. ഹല്ലേലൂയ. ഇന്ന് അതിനുശേഷം ഞാൻ ദശാംശത്തിലും അധികമായിട്ടാണ് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. ദശാംശത്തിലും അധികമായിട്ട്
ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിൽ നൽകപ്പെടുന്നതിന്റെ ഇരട്ടി ഇരട്ടി നന്മയായി നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വരും. ആമേൻ. നീ ഒരുവന് കൊടുക്കുന്നത് തൃപ്തിയോടുകൂടെ നീ കൊണ്ടു കൊടുക്കുക. ആമേൻ. നിന്റെ വീട്ടിൽ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ല. അയ്യോ, അച്ഛന്റെ പള്ളിയിൽ ഞാൻ ചെന്ന് അച്ഛന്റെ ജീവിതത്തിൽ എന്ന് അവിടെ പിരിവും കാര്യങ്ങളും മറ്റേയാണ്. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ആമേൻ സഹിക്കാൻ വയ്യാതെ കൊടുക്കും. അങ്ങനെയല്ല, നമ്മൾ എത്രത്തോളം മനസ്സൊരുക്കത്തോട് തൃപ്തിയോടും കൂടെ കൊണ്ടു കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിട്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനുമകത്ത് സമൃദ്ധി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആ ഭാഗത്തിൽ വീണ്ടും പറയുന്നത്, ആമേൻ, ഞാൻ പ്രതിഗ്രഹിച്ചതായ തൃപ്തി ഞാൻ നിനക്ക് ഇതാ വരുത്തുന്നു. എന്റെ ദൈവമേ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ഞാൻ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. എന്റെ ദൈവമോ, ഹല്ലേലൂയ. 19-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 19-ഉം 20-ഉം വാക്യം. ഇതിൽ പിന്നെ പറയാൻ വേറെ ഒന്നുമില്ല. എന്റെ ദൈവമോ, എന്റെ ധനത്തിൽ നീ നൽകുന്ന ധനത്തിനൊത്തവണ്ണം നമ്മുടെ കുടുംബത്തിനകത്ത് ബുദ്ധിമുട്ടിനെ അവൻ തീർത്തു തരും. ഹല്ലേലൂയ. എന്റെ ധനത്തിനൊത്തവണ്ണം എന്റെ സകല ബുദ്ധിമുട്ടുകളെയും അവൻ തീർത്തു തരും. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ നീ എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ച് നിനക്ക് ശരീര സുഖവും ബലവും ലഭിക്കും. ദൈവാലയത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നീ എന്തെല്ലാം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുവോ അതനുസരിച്ച് നിന്റെ ഭവനത്തിനകത്ത് ഉയർച്ചയും സമാധാനവും ഉണ്ടാകും. ഹല്ലേലൂയ. ആ പരിശുദ്ധനായിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ബലവും അനുഗ്രഹവും ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആ കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. വിടുതൽ തരുന്നതായ കർത്താവിനെ, വിടുതൽ തരുന്നതായ രക്ഷകനെ, ആമേൻ, നമ്മുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദോഷം എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. ശാപം എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. ഹല്ലേലൂയ. രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്ഷ ഞാൻ ഇന്ന് അനുഭവിച്ചറിയുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദോഷം എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. ശാപം എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. വിടുതൽ എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. രക്ഷ എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. എന്റെ ജീവിതത്തിൽ അനുഗ്രഹം തരുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. സങ്കടങ്ങൾ സകല
ഈ ആരാധനയിലൂടെ സകല മക്കളെ നീ ശക്തീകരിക്കുകയും തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ബലവും മനധൈര്യത്തിൽ നീ തന്നതിനായി സ്തോത്രം. പിതാവിന്റെ ക്രൂശിന്റെ മറവിൽ മറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകലർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടും, അപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. ഉടയവർ നീ